ഗൈസ്, എനിക്ക് ഇത്രത്തോളം മുടി നീളം വയ്ക്കുവാൻ സഹായിച്ച ഒരു സെറത്തിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയറിൽ സെറം മാത്രം അപ്ലൈ ചെയ്താൽ ഹെയറിന് നീളം വയ്ക്കാനോ കട്ടി വയ്ക്കാനോ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പാക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ പാക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെയർ പാക്കാണ്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെയർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നീളം വയ്ക്കുവാൻ വേണ്ടിയിട്ടും കട്ടി വയ്ക്കുവാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറില്ല, ഈ താരൻ അല്ലാതെ നമുക്ക് ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. മുഴുവനായിട്ട് മാറും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ താരൻ ഉണ്ടാവില്ലേ, താരൻ നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് താരൻ വഹിച്ചിട്ട് ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടിയില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അത് ഈ താരൻ വരുന്ന സമയത്ത് ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരൻ വഴി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിനാണ് എനിക്ക് ഈ പാക്കിനെ പറ്റി ഒരു ജനറലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ നമുക്ക് ഹെയർ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത്. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഗൈസ്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചും അതുപോലെ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചും ഒക്കെ ഇരിക്കും. അത് നിങ്ങൾ ഡെഡിക്കേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ പാക്ക് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് പാക്ക് ആയിരുന്നാലും എന്ത് തന്നെ യൂസ് ചെയ്താലും എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ ഹെയർ ടൈപ്പിന് അത് സൂപ്പർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്കിത് വർക്ക് ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും വർക്ക് ആവണം എന്ന് എനിക്ക് ഒരിക്കലും മെഷർ ചെയ്ത് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പം ഞാൻ പറയുകയാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യൂ എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് ആവണമെന്നില്ല നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്ക് ഒരുപോലത്തെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരുപോലത്തെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, കാരണം ജലദോഷം വരാനുള്ള സാധ്യത ഏത് ഹെയർ പാക്ക് യൂസ് ചെയ്താലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ടൈമൊന്നും തലയിൽ വെക്കാതെ ഹെയർ വാഷ് ചെയ്ത് കളയാമെന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഈ ടേബിളിൽ ഇത് എടുത്ത് വെച്ചേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവം ഒരു ഇല കൊണ്ടുള്ള ഒരു അഭിഷേകമാണെന്ന്. ഫസ്റ്റ് നമ്മൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ള സംഭവമാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഓരോന്ന് എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി ഇല ഉണ്ടല്ലോ, സാധാരണ ചെമ്പരത്തി ഇലയാണ്. അത് ഏതിൻ്റെ ആയിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തി ഇലയാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ തന്നെ പൂവാണ് എടുക്കുന്നത്. അതിനുശേഷം കറിവേപ്പില എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിച്ചിപ്പൂവിൻ്റെ ഇലയാണ് എടുക്കുന്നത്. പിച്ചിപ്പൂവല്ല, പിച്ചിപ്പൂവിൻ്റെ ഇല. അത് മുല്ലപ്പൂവിൻ്റെ ഇലയായിരുന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ തെറ്റിപ്പൂവാണ് എടുക്കുന്നത്. തെറ്റിപ്പൂ ഇപ്പോൾ ചുവന്ന തെറ്റി തന്നെ വേണമെന്നില്ല. ചെമ്പരത്തി ഇല എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെമ്പരത്തിയുടെ ആ കളറിലുള്ളത് തന്നെ വേണം എന്നൊന്നുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തൈരാണ്. അപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ, അല്ലാതെ ഒരിക്കലും അരഞ്ഞു വരില്ല. ഇപ്പോൾ പുളി കൂടിയത് ആയതുകൊണ്ടാണ് 1 സ്പൂൺ എടുത്തത്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കറിവേപ്പില നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലേക്കാളും വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ കറിവേപ്പിലയുടെ മരം ഉണ്ടാവില്ലേ, അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ.
അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കുക. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇത് തന്നെ ആയിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. എന്ന് വെച്ചാൽ ഒരുപാടാവാൻ പാടില്ല. പിന്നെ നമുക്കിത് ഹെയറിൻ്റെ എൻഡ് വരെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെമ്പരത്തിയിലയും തെറ്റിപ്പൂവിൻ്റെ പൂവും അതേപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തപ്പോൾ കുറഞ്ഞു പോയി. എനിക്ക് ഹെയറിൻ്റെ റൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്യാൻ മാത്രം വന്നുള്ളൂ. കുറച്ച് മാത്രമേ എനിക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. പിന്നെ ആഴ്ചയിൽ 4 ദിവസമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ഷാമ്പു പോലെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലയിലുണ്ടാവുന്ന താരൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതുപോലെ നമ്മുടെ ഹെയറിന് നല്ല റൂട്ടിന് കട്ടി വയ്ക്കുന്നതിന് സഹായിക്കും. അങ്ങനെ റൂട്ടിന് കട്ടി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹെയർ ഫോൾ കുറയുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് ഹെയറിന് ഓരോ വകച്ചിലെടുത്ത് നന്നായിട്ട് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഹെയറിൻ്റെ റൂട്ടിലേക്ക് തന്നെ ഇത് ഇറങ്ങണം, അല്ലാതെ മുടിയിൽ പറ്റിയിട്ട് കാര്യമില്ല. ഉള്ളിലേക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഹെയർ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് സ്മൂത്തായി വെക്കാൻ സഹായിക്കുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-5 മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കണം എന്നെങ്കിൽ എന്തെങ്കിലും സ്മെല്ലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ അപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടീഷണർ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഓയിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 4 ദിവസം ഉപയോഗിക്കുക. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരിക്കലും പറ്റില്ല, കാരണം ഇത് ഒരു പച്ചക്കറി ആ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇലയാണ്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്മെല്ല് പോലെ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നില്ല. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ പാക്ക് ഉണ്ടാക്കിയത് എങ്ങനെ നിങ്ങൾ കണ്ടു? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സിമ്പിൾ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസം വെച്ചാൽ സിമ്പിൾ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.